മലയാളികൾ കുറച്ച് നാളുകളായി കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. കുറച്ച് നാളല്ല, കുറച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അതോ രക്ഷപ്പെടുമോ? അതിജീവിതയ്ക്ക് ഇനിയെങ്കിലും നീതി കിട്ടുമോ? കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നുണ്ട് തെറ്റ് ദിലീപിന്റെ ഭാഗത്താണ്. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം നിങ്ങളിപ്പോൾ വിധി എഴുതിയോ, ദിലീപിനെ കുറിച്ച് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ള? ഒന്നുമല്ല. ഏകദേശം ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറ്റം ഇല്ലാത്തൊരു മനുഷ്യനെ ഒരു കാലത്തും നമ്മുടെ ഒരു നിയമവും ഇന്നേ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെ വളരെ അപൂർവ കേസുകൾ സംഭവിച്ചിട്ട് ശിക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്പിനാരനെ പോലുള്ള ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ദിലീപിനെ നമുക്ക് ആ ഒരു കാറ്റഗറി വെക്കാൻ പറ്റില്ല. കാരണം തെളിവുകൾ, അദ്ദേഹം ചെയ്യിപ്പിച്ച എന്ന് പറയപ്പെടുന്ന, കൊട്ടേഷൻ കൊടുത്തെന്ന് പറയുന്ന ആള്, ഇവരുടെ ഇപ്പോൾ ഡയറക്റ്റ് മൊഴികൾ, വാർത്താക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ മുമ്പിലുള്ള വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം ജനങ്ങളെ വല്ലാതെ ഷാറ്റേഡാക്കി. കാരണം ജനങ്ങൾ ഒരിക്കലും അത്രത്തോളം ഹൃദയത്തിൽ ആത്മാവിൽ കൊണ്ടുവരുന്നൊരു നടൻ. സോ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉത്കണ്ഠയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിധിയാണ് ദിലീപിന്റെ വിധി എന്ന് പറയുന്നത്, അതിജീവിതര വിധി, അതിജീവിതര നീതി എന്ന് പറയുന്നത്. അല്ലേ? തീർച്ചയായും. ഇപ്പൊ ശാരിക ഇപ്പൊ ഈ പറഞ്ഞപ്പോ ശരിക്കും ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞല്ലോ, അതായത് നമുക്കിതാണോ അല്ലെങ്കിൽ നമ്മൾ വിധി എഴുതിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ആളുകൾക്ക് ഈ നമുക്കറിയാം മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ഐക്കണിക് ആയിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊപ്പം ആളുകൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനാണ് ദിലീപ്. അതായത് ദിലീപിന് വലിയ രീതിയിലുള്ളൊരു ഫാൻസ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ദിലീപിൻ്റെ സിനിമകൾ, അല്ല ഈവൻ അവർ രണ്ടുപേരും പെയർ ചെയ്തിട്ടുള്ള മൂവീസ്, അതിനൊക്കെ ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ജോഡികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംഭവം വന്ന് നടന്നു കഴിഞ്ഞപ്പോഴും ദിലീപിൻ്റെ പേരുകൾ വരുമ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത, ഈവൻ ദിലീപ് ജയിലിലാകുമ്പോൾ പോലും അത് അങ്ങനെയല്ല, ദിലീപ് ഇങ്ങനൊരു വ്യക്തിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു. പക്ഷേ സെയിം ടൈമിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു നടിയോട്, ഒരു സ്ത്രീയോട് അപമര്യാദ കാണിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണോ, ആ ആളെയാണോ താൻ ഇത്രയും ഇഷ്ടപ്പെട്ടതെന്നുള്ള രീതിയിൽ ആ ഇഷ്ടത്തെ അവിടെ കൊണ്ട് നിർത്തി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് തനിക്ക് അങ്ങനെ ഒരാളോട് താല്പര്യം ഇല്ല എന്ന് ചിന്തിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഈ ജയിലിൽ കിടന്നു 3 മാസക്കാലത്തോളം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിയോട്, അതായത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വേറെ ഏതൊരു കുറ്റകൃത്യമാണെങ്കിലും നമ്മൾ ഒരു പരിധിയിലധികവും ക്ഷമിക്കാൻ തയ്യാറുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് ചെയ്യുക എന്നുള്ളതല്ല, പറഞ്ഞ് ചെയ്യിപ്പിച്ചു, അതിന് കൊട്ടേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പം വെളിപ്പെടുത്തലുകളെല്ലാം വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടം നഷ്ടപ്പെട്ടാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നും ശരിക്കും ഇന്നും ഈ ഇഷ്ടം ഇപ്പോൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 60% ആളുകൾക്ക് ആ ഒരു ഇഷ്ടം നഷ്ടപ്പെട്ട് കാണും. തീർച്ചയായിട്ടും പല കമൻസിൽ നിന്നും അതും വ്യക്തമാണ്. പക്ഷെ സെയിം ടൈമിൽ ഇന്നും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഒപ്പോസ് ചെയ്യാനുമല്ല, നമ്മളിപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ അല്ലെങ്കിൽ പോലീസ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമുക്ക് രണ്ടുപേർക്കും ദിലീപിനോട് പേഴ്സണലായിട്ട് വിരോധമോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു മാധ്യമവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജേർണലിസ്റ്റിക് പോളിസീസ്, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു രീതിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്ര എല്ലാ സംഭവങ്ങൾ കഴിഞ്ഞ് മെയ് 21 വിധി പറയാനിരിക്കുക ശാരിക ഈ ഒരു കേസ്. ശരിക്കും പറഞ്ഞാൽ ഇന്നും ഇങ്ങനെ ഇത്തരത്തിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ദിലീപ് കുറ്റക്കാരനാവാം, കുറ്റക്കാരനല്ലാതിരിക്കാം, പക്ഷേ ഒരു 90% തെളിവുകളും അല്ലെങ്കിൽ എവിഡൻസും എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ശിക്ഷ നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും, അതിജീവിതയ്ക്ക് നീതി കിട്ടും എന്ന് തന്നെയല്ലേ. പക്ഷെ എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നവരെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നത്? ശരിക്കും എന്തിനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ചില സെലിബ്രിറ്റികൾ തന്നെ ഇപ്പൊ പറഞ്ഞു വരുത്തുന്നത് മാധ്യമപ്രവർത്തകരാണ് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ. മാധ്യമപ്രവർത്തകർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മാധ്യമപ്രവർത്തകർ മറ്റേ വല്ല ഭജനോ അല്ലെങ്കിൽ വല്ല അമ്പല വാർത്തകളോ ഉത്സവങ്ങളോ പള്ളി ആഘോഷങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലെ അവരുടെ നേർച്ച കാഴ്ചകളോ ഒക്കെ മാത്രമേ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് സെലിബ്രിറ്റികളുടെ ഒരു വ്യൂ പോയിന്റ്. പല വാർത്തകൾ നമ്മൾ പിന്നീട് ഒരു ചർച്ച വരുന്നുണ്ട് നമ്മുടേത്. എനിവേ, എന്തു തന്നെ ആയിരുന്നാലും ഈ പറയപ്പെടുന്ന ദിലീപ് പറഞ്ഞ വ്യക്തിയെ മാധ്യമങ്ങളല്ല കുറ്റവിചാരണ ചെയ്തത്, മാധ്യമങ്ങളല്ല അദ്ദേഹത്തെ പെടുത്തിയത്. മാധ്യമങ്ങൾ പോലും ഞെട്ടിത്തരിച്ച, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം മടിച്ച ഒരു വാർത്തയായിരുന്നു ഈ പറയപ്പെടുന്ന ദിലീപിന്റെ അറസ്റ്റ്. അതുപോലെ ദിലീപ് ഇങ്ങനെ ചെയ്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുനിന്നാണ് കുറച്ച് നാൾ പോലും ജനങ്ങൾ ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ പോലും ചിന്തിച്ചിരുന്നു. ഒരു തെറ്റിദ്ധാരണയാണ്, മേ ബി അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹം നിരപരാധിയായിട്ട് ഒരു 1 ഇയറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 2 ഇയറിനുള്ളിൽ തന്നെ കൈകൾ അദ്ദേഹത്തിന്റെ കഴുകപ്പെട്ട് അദ്ദേഹം തിരിച്ച് ഇൻഡസ്ട്രിയിൽ കയറുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ
ഓരോ ദിവസവും പോകെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൂട്ടുന്നതായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് കാണുന്നത്. അവർ ഈ മൊബൈൽ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പലതും. പിന്നെ സോഷ്യൽ മീഡിയ ഒരു ശാപമാണെന്ന് കരുതുന്ന സ്ഥലത്ത് ഇതൊരു അനുഗ്രഹമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ. കാരണം ഇവരുടെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റഡ് ആയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഈ പറയപ്പെടുന്ന അഭിനയം ജനങ്ങളുടെ മുമ്പിൽ ഇനി നടക്കത്തില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. കാരണം പുള്ളി സിനിമയൊക്കെ ഇറക്കി നോക്കി, പുള്ളിയുടെ കയ്യിൽ കാശ് മുടക്കി, പുള്ളി തന്നെ നിർമ്മിച്ച്, പുള്ളി തന്നെ അഭിനയിച്ച് കുറേ സിനിമകളൊക്കെ ഇറക്കി നോക്കി. പക്ഷേ ഒന്നും വിജയിച്ചില്ല. പടങ്ങൾ കൊള്ളാഞ്ഞിട്ടല്ല. പുള്ളിയുടെ പടങ്ങൾ എനിക്കൊന്ന് പവീത ടേക്ക് കെയർ ആണ് ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ. ഞാനത് തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. നല്ല പടമായിരുന്നു. എനിക്കത് ആക്ച്വലി ഇഷ്ടപ്പെടുകയും ചെയ്തു. തങ്കമണി അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഞാൻ റിവ്യൂവർ ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബട്ട് അത് 1, 2, 3 ദിവസത്തിൽ കൂടുതൽ ഓടില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് ജനങ്ങൾ അത്രയധികം ദിലീപിനെ വെറുക്കുന്നു. ഞങ്ങൾ ഇതിനകത്ത് വെറുപ്പ് തുപ്പുകയല്ല, പക്ഷേ ഞാനിപ്പോൾ മാധ്യമപ്രവർത്തകയാണ്, പൗർണമി മാധ്യമപ്രവർത്തകയാണ്. പക്ഷെ ഞങ്ങളൊക്കെ ദിലീപിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ വന്നാൽ തിയേറ്ററിൽ പോയി കാണുകയും അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ, അതായത് കിലുക്കവും ചിത്രവും ഒക്കെ പോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരുന്ന പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. ഈ മീശ മാധവൻ, അങ്ങനെ ഒരുപാട്, കിലുക്കം, മഴത്തുള്ളി കിലുക്ക, അങ്ങനെ ഒരുപാട് പടങ്ങൾ. ഈ കിലുക്കമൊക്കെ പോലെ തന്നെ നമ്മൾ ദിലീപിന്റെ പടങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പഞ്ചാബി ഹൗസ് ഒക്കെ നമ്മൾ ഇന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടങ്ങളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് ദിലീപിന്, ഞാൻ പേഴ്സണൽ എന്ന് പറയാമല്ലോ, എൻ്റെ ആരുമല്ല ദിലീപ്, എൻ്റെ ആരുമല്ല ഈ അതിജീവിത. പക്ഷേ എന്നിട്ടും ഇന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനോ അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാനോ ഞാൻ താല്പര്യപ്പെടാറില്ല. കല്യാണരാമന് ചില കോമഡി സീൻസ് വരുമ്പോൾ കാണുന്നതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന്റെ പടം കുത്തിയിരുന്ന് കാണാനുള്ള മനസ്സ് നമുക്കില്ല. ബിക്കോസ് ഉള്ളിൽ എവിടെയോ ഒരു സ്ത്രീ തോന്നുന്നു വരും. അപ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്ര ഇറിറ്റേഷൻ അദ്ദേഹത്തിന്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വില്ലനായ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോൾ ഈ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ ദിലീപിന്റെ ഒപ്പം നിൽക്കുന്നവരാണ്. അതായത് ഈ 30% ആൾക്കാരാണ്. നിനക്കൊന്നും വേറെ പണിയില്ലേ, ദിലീപ് രക്ഷപ്പെടും, ദിലീപ് തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മറിച്ച് കമത്തും, നമ്മൾ കമത്തി ഒഴിക്കും നമ്മൾ. അല്ല ശരിക, അതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് ദിലീപിനെ തന്നെ ശിക്ഷിക്കണം ഒരു നിർബന്ധമില്ല. ഞങ്ങൾ പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ദിലീപിന് ശിക്ഷ മേടിച്ചു കൊടുക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഒരിക്കലും അല്ല, നമുക്കതിന് പറ്റത്തില്ലല്ലോ. തെളിവുകളും സാക്ഷ്യമൊഴികളും അതുപോലെ തന്നെ ഈ കേസിലെ 1ാം പ്രതിയായ വ്യക്തിയും വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാവും മറ്റു തെളിവുകളും ശേഖരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ പോലീസുകാർ ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. അത് മാത്രമല്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്ത ചാനൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും അത് ക്ലിയർ ആയിട്ട് പറയാണ്, ദിലീപ് എന്ന വ്യക്തി നിരപരാധിയാണെങ്കിൽ എന്തെങ്കിലും ഒരു പഴുതിൽ അദ്ദേഹം സത്യസന്ധനാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധമില്ലെങ്കിൽ എല്ലാവരെയും പോലെ നമുക്കും സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു റിലാക്സേഷൻ ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇപ്പം ജഗദീഷ് ശ്രീകുമാർ ആണേലും, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അഭാവം ശരിക്കും പറഞ്ഞാൽ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ടല്ലേ. അതെ, ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം പറഞ്ഞു. വേറൊന്നുമല്ല, ഇപ്പൊ ദിലീപിനെ നിരപരാധിയായി ചിത്രീകരിച്ച പോലീനി ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ തെളിവുകളുടെ കാര്യത്തിൽ പലതും മാൽഫങ്ഷൻ സംഭവിച്ചിരിക്കുന്നു. എന്തിനാണ് അദ്ദേഹം ഭയക്കുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഭയക്കുന്നത്? അദ്ദേഹം തെറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കും. ഭയങ്കര ഭക്തനാണല്ലോ, എല്ലായ്പ്പോഴും അമ്പലങ്ങൾ കയറി പോകുന്ന കാണാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഭക്തനാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിക്കാം. സത്യം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. താൻ സത്യസന്ധ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിവിൻ പോളി. അദ്ദേഹത്തെ കുറിച്ച് പച്ചയ്ക്കായിരുന്നു ആരോപണം. അദ്ദേഹം പച്ചയ്ക്ക് തന്നെ വന്ന് ലൈവ് ഇട്ടെന്ന് പറഞ്ഞാൽ പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിന് ഒരു പേടിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ 100% തെളിവുണ്ട്. ഹി ഈസ് എ ജെനുവിൻ പേഴ്സൺ. അതാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. എന്തുകൊണ്ട് ദിലീപിന് ആ കോൺഫിഡൻസ് ഇല്ല? വൈ യു ആർ ലൂസിംഗ് ദാറ്റ് കോൺഫിഡൻസ്? എത്ര തെളിവുകളുടെ അഭാവം. നിങ്ങൾ എന്താണ് ഇങ്ങനെ മാൽഫങ്ഷൻ? അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ ഇതിലൊന്നും ചെയ്തില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞാൽ പോലും പകുതിയിലധികം ജനങ്ങൾ ചിലപ്പോൾ നിങ്ങളോടൊപ്പം നിന്നേനെ. മറിച്ച് നിങ്ങൾ അതിൽ ഉടായ്പ് കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ദിലീപ് മാൽഫങ്ഷൻ. ഇവൻ കോടതി വരെ മാറ്റണമെന്നും ജഡ്ജിയെ വരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത്. അതെ, ഈ ഒരു സംഭവത്തിന് ശേഷം പല തവണകളിലായിട്ട് ചിലപ്പം ഒരുപക്ഷെ ഇതിന് ശേഷം ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന റിമാൻഡിൽ കഴിയുന്നു. അതോടുകൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള വേറെ ഒരു ഇടപെടലുകളും നിങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വീണ്ടും നിങ്ങളെ ഇഷ്ടപ്പെട്ടല്ലേ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ മെമ്മറി കാർഡ് കോടതിയുടെ പരിധിയിലിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഈവൻ മൊബൈൽ ഫോണുകൾ പോലും പലതവണ എറേസ് ചെയ്യാൻ ശ്രമിക്കുകയും ഫോർമാറ്റ് ചെയ്യാൻ, അങ്ങനെ നമുക്ക് ഈ ഒരു 8 വർഷ കാലയളവ് 2017 ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ്. ഇതിപ്പോൾ 2025 ഏപ്രിലായി നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം 8 വർഷത്തോളം കാലമായി. അപ്പോൾ ഇതിനിടയിൽ പല രീതിയിലുള്ള മാൽഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ കൂടി ആ ഒരു സൈഡ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അവിടെ നിൽക്കാനുള്ള സാധ്യത വളരെ നോർമലാണ്. കാരണം ചെയ്തു വെച്ച കാര്യം അത്രയും നിസ്സാരമായിട്ടൊരു കാര്യമല്ല. ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു അതിജീവിത എന്ന് അവരെ വിളിക്കുന്നത് പോലും അതാണല്ലോ. വേറെ ഒരു സ്ത്രീയുമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പവർഫുള്ളോടെ അല്ലെങ്കിൽ ഇത്രയും ബോൾഡ്നെസ്സോടെ അതിനെ തിരിച്ച് ഫേസ് ചെയ്യാൻ ആ ഒരു കാലഘട്ടത്തിൽ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഒരു നിത്യേന സംഭവം ആയതുകൊണ്ട് ഒരു പക്ഷേ വീണ്ടും
കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റഡ് ആവുമായിരിക്കും, അല്ലെങ്കിൽ അതിനകത്തൊന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഇതിനൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കാനേ പാടില്ല. അതിപ്പോൾ അതിജീവിതം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടോ മാത്രമല്ല, ഒരു സ്ത്രീക്കും ശരിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിധിയിൽ നല്ലൊരു ശിക്ഷ, അല്ലെങ്കിൽ ആരാണോ പ്രതി ആ പ്രതിക്ക് നല്ല ശിക്ഷ ലഭിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിധം ഇത്തരത്തിലുള്ള ക്രൈമുകൾക്കൊക്കെ ഒരു അവസാനമായിരിക്കും, അല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കേസുകൾ നടക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇങ്ങനൊരു റേപ്പ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരുപക്ഷെ അതിജീവിതയുടെ ആ ഒരു മൈൻഡ് പവർ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി അവർ മിണ്ടാതിരുന്നാൽ ഓൾറെഡി നമ്മുടെ സിനിമാ ഫീൽഡിൽ സ്ത്രീകൾക്ക് പ്രശ്നമാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻസ് പല നടന്മാരെ കുറിച്ചും ഉണ്ടായി. അതിൽ നിന്ന് തന്നെ പൂർണ്ണമായും വ്യക്തമാണ് മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പലരും അവസരങ്ങൾ കിട്ടാൻ വേണ്ടി. സോ അതുകൂടാതെ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് അവരെ എതിർത്ത് നിൽക്കുന്ന ഒരാളെ റേപ്പ് കൊട്ടേഷൻ കൊടുക്കുക. ഒരു പക്ഷേ അതിജീവിതം അനങ്ങിയില്ലായിരുന്നില്ല, അവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. ഒരു കുളിയിലൂടെ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ദേഹം ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ തീറാവുന്ന ഒരു പ്രശ്നമായിട്ട് അവർക്കൊന്ന് അവരുടെ മനസ്സിന്റെ മുറിവല്ലേ, ഇത് ആരറിയാനാണ്, അവർക്ക് അങ്ങ് കമത്തി അടിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ നടിയുടെയും ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇനി വരാൻ പോകുന്ന ഉദിച്ചു വരാനുള്ള ഒരുപാട് നായികമാർക്ക് വേണ്ടിയിട്ടാണ് അവർ അതിജീവിതയായിട്ട് നായികയായിട്ട് തന്നെ അവർ നിലകൊള്ളുന്നത്. കാരണം അവർക്ക് ഉറപ്പായിരുന്നു ഇത് അവരപ്പം മൂടി വെച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം മാത്രമല്ല, ഇനി അയാളെ എതിർക്കാൻ ആര് വന്നാലും ഇപ്പൊ ദിലീപ്, ഇനി വേറൊരു ദിലീപ് ഉണ്ടായേക്കാം, ഇനി ഒരുപാട് ദിലീപന്മാരുണ്ടായേക്കാം. അങ്ങനൊരു ദിലീപ് ഇനി ഒരു ഫീൽഡിൽ ഉണ്ടാവരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാവണം. അറ്റ്ലീസ്റ്റ് അയാൾ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അയാൾ വെറുക്കപ്പെട്ടവനായല്ലോ തീർച്ചയായിട്ടും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഇനി സംഭവിക്കരുതെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ആ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അതിജീവിത ഇതിനിറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ലോകം ഈ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് കോസ്മിക് പവർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥ അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുമെന്നും ഇനി ഒരിക്കലും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിലും ഇങ്ങനൊരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിൽ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യാൻ പാടില്ലെന്നുള്ള ആ അതിജീവിതയുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ നീതി അല്ലെങ്കിൽ കോടതി തലകുനിച്ചുകൊണ്ട് തന്നെ ഇയാൾക്കൊരു ശിക്ഷ മേടിച്ചു കൊടുക്കും. ദിലീപ് കുറ്റവാളിയാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ അത് മുഖം നോക്കാതെ തന്നെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നീതിപീഠം നീതി നടപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.